കോമേഴ്സ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് നിമേഷ. ഇതെൻ്റെ തേർഡ് വീഡിയോ ആണ്. എൻ്റെ ഫസ്റ്റ് 2 വീഡിയോസ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റേഷ്യോ അനാലിസിസ് ആണ്. റേഷ്യോ അനാലിസിസ് എല്ലാ കോമേഴ്സ് സ്റ്റുഡൻസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. BCom, BBA, MCom, MBA, ACC സ്റ്റുഡൻസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റേഷ്യോ അനാലിസിസ്. മാത്രമല്ല പ്രൊജക്റ്റ് ചെയ്യുന്നവർക്കും റേഷ്യോ അനാലിസിസ് വളരെ അത്യാവശ്യമാണ്. ഫിനാൻഷ്യൽ പെർഫോമൻസ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും റേഷ്യോ അനാലിസിസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഞാൻ ഇൻ്റർപ്രിട്ടേഷൻസ് ഒന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ മാക്സിമം റേഷ്യോസിൻ്റെ ഫോർമുലാസൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് റേഷ്യോസ് തന്നിട്ട് അതിൽ നിന്ന് എങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എൻ്റെ വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻ്റർപ്രിട്ടേഷൻസ് ഒന്നും യൂസ് ചെയ്യാത്തത്. എന്നാലും ഞാൻ മാക്സിമം എല്ലാ ഫോർമുലാസും പറഞ്ഞു പോകുന്നുണ്ട്. ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ക്വസ്റ്റ്യനിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ്. അതായത് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ അനലൈസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ടൂളാണ് റേഷ്യോ അനാലിസിസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ലിക്വിഡിറ്റി റേഷ്യോ ആണ്. ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു ഫേമിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ്. ഇനി ലിവറേജ് റേഷ്യോസ് യൂസ് ചെയ്യുന്നത് ഒരു ഫേമിൻ്റെ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ അനലൈസ് ചെയ്യുന്നതിനാണ്. ലിവറേജ് റേഷ്യോനെ സോൾവൻസി റേഷ്യോസ് എന്നും പറയാറുണ്ട്. ഇനി ആക്ടിവിറ്റി റേഷ്യോസിനെ എഫിഷ്യൻസി റേഷ്യോസ് എന്നും പറയാറുണ്ട്. ഈ റേഷ്യോസ് എത്ര എഫിഷ്യൻ്റ് ആയാണ് ഒരു ഓർഗനൈസേഷൻ റിസോഴ്സസും അസറ്റും യൂസ് ചെയ്യുന്നത് എന്നതിനെയാണ് കാണിക്കുന്നത്. ഇനി പ്രൊഫിറ്റബിലിറ്റി റേഷ്യോ, ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നതിനാണ് പ്രൊഫിറ്റബിലിറ്റി റേഷ്യോസ് ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് വൺ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ ഉപയോഗിക്കുന്നത് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഷെയർസിനെയും സ്റ്റോക്കിനെയും ഇവാലുവേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇത്രയാണ് മേജറായിട്ട് വരുന്ന റേഷ്യോസ്. ഇതിൻ്റെ അണ്ടറിൽ ഒരുപാട് റേഷ്യോസ് ഉണ്ട്. അതിൻ്റെ ഫോർമുലാസ് നെക്സ്റ്റ് നമുക്ക് കാണാം. ഏതൊക്കെയാണ് ലിക്വിഡിറ്റി റേഷ്യോസ് നോക്കാം. ഫസ്റ്റ് വൺ കറണ്ട് റേഷ്യോ, പിന്നെ ലിക്വിഡ് റേഷ്യോ അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ, പിന്നെ മൂന്നാമത്തത് പറയുന്നത് സൂപ്പർ ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ, അതല്ലെങ്കിൽ ക്യാഷ് റേഷ്യോ എന്നാണ് അതിനെ പറയുക. അങ്ങനെ 3 റേഷ്യോസാണ് ലിക്വിഡിറ്റി റേഷ്യോസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ലിവറേജ് റേഷ്യോസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലിവറേജ് റേഷ്യോ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചറൽ റേഷ്യോസും കവറേജ് റേഷ്യോസും. സ്ട്രക്ചറൽ റേഷ്യോസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇക്വിറ്റി റേഷ്യോ അല്ലെങ്കിൽ സെക്യൂരിറ്റി റേഷ്യോസ്. ഇതിനെ 2ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ, ടോട്ടൽ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. രണ്ടാമത്തെ ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെപ്റ്റ് ആണ്. അതിന് സോൾവൻസി റേഷ്യോ എന്നും പറയും. മൂന്നാമത്തെ പ്രോപ്പറേറ്ററി റേഷ്യോ ആണ്. നാലാമത്തെ ഫിക്സഡ് അസറ്റ് റേഷ്യോ. അഞ്ചാമത്തെ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. നെക്സ്റ്റ് കവറേജ് റേഷ്യോസ്. അപ്പോൾ ഈ ലിവറേജ് റേഷ്യോനെ തന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സ്ട്രക്ചറൽ റേഷ്യോസ് ആൻഡ് കവറേജ് റേഷ്യോസ് എന്ന്. അപ്പോൾ കവറേജ് റേഷ്യോസ് നോക്കാം. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഡിവിഡൻഡ് കവറേജ് റേഷ്യോ, ടോട്ടൽ ഓർ ഓവറോൾ കവറേജ് റേഷ്യോ. ഇതാണ് കവറേജ് റേഷ്യോസ്. ഇനി ആക്ടിവിറ്റി റേഷ്യോസിൽ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഇനി ആക്ടിവിറ്റി റേഷ്യോയിൽ തന്നെ നെക്സ്റ്റ് വൺ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഇനി ആക്ടിവിറ്റി റേഷ്യോയിൽ തേർഡ് വൺ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഇനി ആക്ടിവിറ്റി റേഷ്യോയിൽ ഫോർത്ത് വൺ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഫിഫ്ത്ത് വൺ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഇനി അടുത്ത കാറ്റഗറി പ്രൊഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. പ്രൊഫിറ്റബിലിറ്റി റേഷ്യോസ് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൊഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസും പ്രൊഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും. പ്രൊഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. നെക്സ്റ്റ് പ്രൊഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണെന്ന് നോക്കാം. ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പ്രൊഫിറ്റബിലിറ്റി റേഷ്യോയിൽ വരുന്ന സെക്കൻഡ് വൺ റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ, തേർഡ് വൺ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ലാസ്റ്റ് കാറ്റഗറി മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് ആണ്. ഫസ്റ്റ് വൺ ഏർണിംഗ് പെർ റേഷ്യോ EPS, ഡിവിഡൻഡ് പെർ റേഷ്യോ DPS, third one dividend payout ratio,
ഫോർത്ത് വൺ പ്രൈസ് ഏർണിംഗ് റേഷ്യോ. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള റേഷ്യോസ്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് AB ലിമിറ്റഡ് ഫോർ ദി ഇയർ 2040 റിവീൽ ദി ഫോളോയിങ്. കറണ്ട് റേഷ്യോ 1.75, ലിക്വിഡ് റേഷ്യോ 1.25, issued capital in equity shares of rupees 10 each, rupees 60,000, net current asset rupees 30,300, fixed asset as percentage of shareholders equity 60%, gross profit ratio 20%, stock turnover ratio based on cost 31st 12/2040 6 times, average age of outstanding debtors 2 months, net profit as percentage of issued capital 60%. On 31st 12/2040, current asset consists of stock, debtors and bank balance. You are required to prepare trading and profit and loss account for the year ended 31st 12/2040 and the balance sheet on 31st 12/2040. അപ്പോൾ ഈ തന്നിട്ടുള്ള ഐറ്റംസ് എന്നൊക്കെ നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബാങ്ക്, ഇതാണ് എന്ത് കറണ്ട് അസറ്റായിട്ട് ഉള്ളത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചിട്ട് ഇതിൽ ഏതൊക്കെ റേഷ്യോസാണ് വരുന്നത് നോക്കുക. അപ്പോൾ ഏതൊക്കെ എന്നിട്ട് അതിൻ്റെ എന്ത് ചെയ്യണം, അതിൻ്റെ നമ്മൾ ഫോർമുലാസൊക്കെ എഴുതി വയ്ക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വരുന്ന ഫോർമുലാസാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അത് ആ സ്ലൈഡിലും കൂടിയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഓരോന്ന് ഏതൊക്കെയാണെന്ന് നോക്കാം. കറണ്ട് റേഷ്യോ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി, ലിക്വിഡ് റേഷ്യോ ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി, നെറ്റ് കറണ്ട് അസറ്റ് ഈക്വൽ ടു വർക്കിംഗ് ക്യാപിറ്റൽ. ഇവിടെ നെറ്റ് കറണ്ട് അസറ്റ് തന്നിട്ടുണ്ട് 30,300 എന്ന് പറഞ്ഞിട്ട്. നെറ്റ് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് നമുക്കറിയാം. വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്താണെന്ന് അറിയാം. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. പിന്നെ ഉള്ളത് സ്റ്റോക്ക്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് അസറ്റിൽ നിന്ന് ക്വിക്ക് അസറ്റ് മൈനസ് ചെയ്തതാണ്. പിന്നെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നെറ്റ് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് ഉണ്ട്. ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 12. അപ്പോൾ ഇത്രയും ഫോർമുലാസാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന മാക്സിമം ഫോർമുലാസ് എഴുതുക. എന്നിട്ട് അതിൻ്റെ കണക്ഷൻസ് കണ്ടുപിടിക്കുക. അതിനുശേഷം പ്രോബ്ലം ചെയ്തു തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നെറ്റ് കറണ്ട് അസറ്റ് എഴുതാം. ഇവിടെ ബന്ധമുള്ളത് നെറ്റ് കറണ്ട് അസറ്റും ഈ കറണ്ട് റേഷ്യോയും തമ്മിലാണ് ഒരു നല്ല റിലേഷൻഷിപ്പ് ഉള്ളത്. അതായത് നെറ്റ് കറണ്ട് അസറ്റ് ഈക്വൽ ടു വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ നമുക്ക് ആദ്യം നെറ്റ് കറണ്ട് അസറ്റ് ഈക്വൽ ടു 13,300. ഓക്കെ, നെറ്റ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറണ്ട് റേഷ്യോ നമുക്കറിയാം എത്രയാണ്. റേഷ്യോ 1.75 ആണ്. അതായത് കറണ്ട് റേഷ്യോ ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ഈക്വൽ ടു 1.75 ഡിവൈഡഡ് ബൈ 1 ആണ്. അപ്പോൾ 1 വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്ന് ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം. 1.75x മൈനസ് 1x ഈക്വൽ ടു 30,300. അപ്പോൾ 1.75x മൈനസ് 1x എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.75x ആണ് 30,300 വരുന്നത്. therefore x ഈക്വൽ ടു 30,300 divided by 0.75. then x equal to എത്രയാണ്, 30,300 divided by 0.75, 40,400. 0.75 x equal to 1.75 into 40,400, that is 1.75 into 40,400, 70,700.
അതാണ് എന്ത് 1.75x എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കറണ്ട് അസറ്റ്. ദാറ്റ് ഈസ് കറണ്ട് അസറ്റ്സ്. ദെൻ കറണ്ട് അസറ്റ്സ് കിട്ടി. ഇനി നമുക്ക് ക്വിക്ക് അസറ്റ്സ് കണ്ടുപിടിക്കാം. ക്വിക്ക് അസറ്റ്സ് ഓർ ലിക്വിഡ് അസറ്റ്സ്. ഇവിടെ നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട് 1.25 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 1.25x എന്ന് എഴുതാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 40,400 ആണ്. അപ്പോൾ ക്വിക്ക് അസറ്റ് ഈക്വൽ ടു 1.25 ഇൻറ്റു 40,400. 1.25 ഇൻറ്റു 40,400. അപ്പോൾ 50,500 കിട്ടും. അപ്പോൾ ക്വിക്ക് അസറ്റ് കിട്ടും. കറണ്ട് അസറ്റ് മൈനസ് ക്വിക്ക് അസറ്റ്സ് സ്റ്റോക്ക് ഈക്വൽ ടു കറണ്ട് അസറ്റ് എത്രയാണ്? 70,700 മൈനസ് 50,500. 70,700 മൈനസ് 50,500 20,200. ഇതാണ് സ്റ്റോക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ടുണ്ട്. ദെൻ നമുക്ക് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നോക്കാം. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോൻ്റെ ഫോർമുല എന്താണ്? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അപ്പോൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. ടേൺ ഓവർ റേഷ്യോ എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ 6 ടൈംസ് ആണ്. അപ്പോൾ 6 ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. ആവറേജ് സ്റ്റോക്ക് എത്ര? നമ്മൾ സ്റ്റോക്ക് എത്രയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? 20,200. Therefore, cost of goods sold equal to 6 into 20,200. 6 into 20,200 equal to 1,21,200. Then നമുക്ക് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 20% ആണ് തന്നിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു 20%. ഇവിടെ ഒരു ഫോർമുല ഉണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് 20% ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 80% ആയിരിക്കും. അങ്ങനെ വന്നാൽ നെറ്റ് സെയിൽസ് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 100%. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 80% ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,21,200 ആണെങ്കിൽ 100% ആയിട്ടുള്ള നെറ്റ് സെയിൽ എത്രയായിരിക്കും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ 1,21,200 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 80. 1,21,200 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 80 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1,51,500. ഇതാണ് നെറ്റ് സെയിൽസ്. അപ്പോൾ ഇനി നോക്കുക ഏതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തു എന്നുള്ളത്. നമ്മൾ കറണ്ട് റേഷ്യോ നോക്കി, ലിക്വിഡ് റേഷ്യോ നോക്കി, നെറ്റ് കറണ്ട് അസറ്റിൻ്റെ കാര്യങ്ങൾ എടുത്തു, പിന്നെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നോക്കി, സ്റ്റോക്ക് ടേൺ ഓവർ നോക്കി. ഇനി ഏതാണ് എടുക്കുന്നത്? ആവറേജ് ഏജ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്റ്റേഴ്സ്, അതായത് ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് ആണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരിയഡ്. അതിൻ്റെ ഫോർമുല എന്താണ്? ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 12. ഡെപ്റ്റേഴ്സ്
ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 12. അപ്പോൾ ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് എത്രയാണ് തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ എത്ര തന്നിട്ടുള്ളത്? 2 months ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2 എഴുതാം. ഡെപ്റ്റേഴ്സ് സെയിൽസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1,51,500 ആണ്. 1,51,500 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇൻറ്റു 12. അപ്പോൾ ഇതിനിങ്ങോട്ട് കൊണ്ടുവരിക. 2 × 1,51,500 ഈക്വൽ ടു ഡെപ്റ്റേഴ്സ് ഇൻറ്റു 12. 2 × 1,51,500 അറിയുന്നത്. അപ്പോൾ നമുക്ക് 3,03,000 കിട്ടും. ഈക്വൽ ടു 12 ഡെപ്റ്റേഴ്സ് ആണ്. Therefore, debtors equal to 3,03,000 divided by 12. That is, debtors equal to 3,03,000 divided by 12 ചെയ്യുമ്പോൾ 25,250 കിട്ടും. അപ്പോൾ ഡെപ്റ്റേഴ്സ് 25,250 ആണ്. ഇപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബാങ്ക്, ഇതാണ് ഇവിടുത്തെ കറണ്ട് അസറ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം? ഇവിടെ വന്നിട്ടുള്ള സ്റ്റോക്ക് പ്ലസ് ഡെപ്റ്റേഴ്സ് പ്ലസ് ബാങ്ക്. കറണ്ട് അസറ്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം ചെയ്തപ്പോൾ കറണ്ട് അസറ്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 70,700 ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി വേണ്ടത് സ്റ്റോക്കാണ്. സ്റ്റോക്ക് എത്രയാണ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്? 20,200 ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഡെപ്റ്റേഴ്സ് എത്രയാണെന്ന് ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. 25,250 ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് ബാങ്ക്. Therefore, bank equal to 70,700 minus 20,200 plus 25,250 ചെയ്യാം. ബാങ്ക് ഈക്വൽ ടു 70,700 മൈനസ് 20,200 പ്ലസ് 25,250 45,450. ബാങ്ക് ഈക്വൽ ടു 70,700 മൈനസ് 45,450 25,250. അപ്പോൾ നമ്മൾ കറണ്ട് അസറ്റ് മുഴുവൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇവിടെ ബാലൻസ് എന്താണുള്ളത് നോക്കാം. നോക്കൂ, ഇവിടെ തന്നിട്ടുള്ളതാണ് എന്ത്? നെറ്റ് പ്രോഫിറ്റ് ആസ് പെർസെൻറ്റേജ് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇത് കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ടിക്ക് ചെയ്യാം. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർസെൻറ്റേജ് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. നെറ്റ് പ്രോഫിറ്റ് percentage of issued capital. അത് എത്രയാണ് തന്നിരിക്കുന്നത്? 16% ആണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എത്രയാണ് ഷെയർ ക്യാപിറ്റൽ തന്നേക്കുന്നത് നോക്കാം. ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 60,000 ആണ്. 60,000 ഇൻറ്റു 16%. Therefore, net profit equal to 16,000 into 16%. 9,600 ആണ് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയേക്കുന്നത്. ഇനി അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ പറയുന്നത്? ബാലൻസ് ഉള്ളവരെന്നെ ഉള്ളൂ. ഫിക്സഡ് അസറ്റ് ആസ് പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഫിക്സഡ് അസറ്റ് as percentage of shareholders equity 60% തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഫിക്സഡ് അസറ്റ് ആസ് പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ഫിക്സഡ് അസറ്റ് എത്രയാണ്? 0.6.
60% പറഞ്ഞാൽ 0.6 ആണ്. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയോ, ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഈക്വൽ ടു 1. സോ 0.6x എന്ന് എഴുതാം. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി നമുക്ക് 1x എന്ന് എഴുതാം. ഇനി ഒരു ഫോർമുല ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി മൈനസ് ഫിക്സഡ് അസറ്റ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി നമ്മൾ 1x ആണ് എഴുതിയത്. ഫിക്സഡ് അസറ്റ് നമ്മൾ 0.6x ആണ് എഴുതിയത്. പിന്നെ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എത്രയാണെന്ന് തന്നിട്ടുണ്ട്? നെറ്റ് കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നെറ്റ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എത്രയാണ്? 30,300. അപ്പോൾ 30,300 ഇവിടെ എഴുതുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 0.4x ഈക്വൽ ടു 30,300. Therefore x ഈക്വൽ ടു 30,300 ഡിവൈഡഡ് ബൈ 0.4. x equal to 30,300 divided by 0.4. That is equal to 75,750. Okay. Then ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി കിട്ടി. x ഈക്വൽ ടു 75,750 ആണ്. ഇനി എന്താണ്? ഫിക്സഡ് അസറ്റ് കണ്ടുപിടിക്കണം. 0.6x ആണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അസറ്റ് that is equal to 0.6 into 75,750 ചെയ്യുമ്പോൾ 0.6 into 75,750 നമുക്ക് 45,450 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ ഫിക്സഡ് അസറ്റ് എത്രയാണ്? 45,450. ഇനി ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എത്രയാണ്? 75,750. ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 60,000 ആണ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ 60,000 പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. Therefore reserves and surplus equal to 75,750 minus 60,000. That is equal to reserves and surplus equal to 75,750 minus 60,000. 15,750. റിസർവ്സ് ആൻഡ് സർപ്ലസ് കിട്ടി 15,750 ആണ്. അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും എഴുതേണ്ടതായിട്ടുള്ള എല്ലാ ഐറ്റംസും കിട്ടി. ഇനി നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ആദ്യം ഡെബിറ്റ് സൈഡ് നമ്മൾ എത്രയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് നോക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ എത്ര കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്? 1,21,200. ദെൻ സെയിൽസ് ബൈ സെയിൽസ് നമ്മൾ കണ്ടുവച്ചിട്ടുള്ളത് 1,51,500. ബാലൻസിങ് ഫിഗർ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുമ്പോൾ എത്രയാണ് വരിക? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അത് എത്രയാണ് വരിക? 30,300. അതല്ലാന്നുണ്ടെങ്കിൽ സെയിൽസിൻ്റെ 20% കണ്ടാലും മതി. ഇനി അത് ആഡ് ചെയ്ത് എഴുതാം. 1,51,500. ഇനി ഇത് ഇവിടെ ക്യാരി ഡൗൺ ചെയ്ത് എഴുതാം. ബൈ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ 30,300. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്? നെറ്റ് പ്രോഫിറ്റ് 9,600. എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ 30,300ൽ നിന്ന് 9,600 കുറയ്ക്കുമ്പോൾ നമുക്ക് 20,700 കിട്ടും. അപ്പോൾ ഇതാണ് ബാലൻസിങ് ഫിഗർ. അപ്പോൾ ഇതിനെ നമ്മൾക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ട് എടുക്കാം. എക്സ്പെൻസസ് ബാലൻസിങ് ഫിഗർ. ഈ
ഇത് ആഡ് ചെയ്ത് എഴുതുമ്പോൾ 30,300 30,300. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് വൺ ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ആദ്യം ഷെയർ ക്യാപിറ്റൽ എഴുതാം. ഷെയർ ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ട് 60,000 ആണെന്ന്. റിസർവ്സ് ആൻഡ് സർപ്ലസ് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട് 15,750. ഇനി നമുക്ക് കറണ്ട് അസറ്റ്സ് എഴുതാം. അസറ്റ്സ് ഏതൊക്കെയാണ്? സ്റ്റോക്ക് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, ബാങ്ക് ഉണ്ട്. ഓരോന്നിൻ്റെ എമൗണ്ട് നോക്കി എഴുതാം. 20,200, 25,250, 25,250. ആഡ് ചെയ്യുമ്പോൾ 70,700 ഇതാണ് കറണ്ട് ലയബിലിറ്റിയുടെ എമൗണ്ട് വരുന്നത്. ഇനി നമുക്ക് ഫിക്സഡ് അസറ്റ്സ് എഴുതാം. ഫിക്സഡ് അസറ്റ്സ് എത്രയാണ് കണ്ടുവച്ചിട്ടുള്ളത്? 45,450 ആണ് കണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരിക? 1,16,150 ആണ് വരിക. 1,60,150. അപ്പോൾ ലയബിലിറ്റിയുടെ അവിടെയാണ് കുറവുള്ളത് എമൗണ്ട്. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 40,400 കിട്ടും. ഇതിന് നമുക്ക് കറണ്ട് ലയബിലിറ്റി ആയിട്ട് എഴുതാം. കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുക, ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻ കേസ് IAS 1 പ്രകാരം പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഫോമാറ്റിൽ വേണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രസൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഞാൻ ഞാൻ നോട്ട് കോളത്തിൽ എഴുതിയത് കൊണ്ടാണ് ഞാനിവിടെ മാർക്കർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വേണം നമ്മൾ ഫോമാറ്റ് തയ്യാറാക്കാനായിട്ട്. ഫസ്റ്റ് വൺ എന്താ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അതിൽ എഴുതിയിരിക്കുന്നത് നെയിം ഓഫ് ദി കമ്പനി AB ലിമിറ്റഡ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദി ഇയർ എൻഡ് 31st March 2040, rupees in particulars, note number, figures for the current reporting period, figures for the previous reporting period. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം എഴുതേണ്ടത് സെയിൽസ് ആണ്. സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഈ രീതിയിൽ വേണം എഴുതാനായിട്ട്. പിന്നെ നെയിം ഓഫ് ദി കമ്പനി ബാലൻസ് ഷീറ്റാണ്. നെയിം ഓഫ് ദി കമ്പനി AB ലിമിറ്റഡ്, ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് 31st March 2017, 14 ആണല്ലേ, 14. Particulars, note number, figures as at the end of current reporting period, figures as at the previous reporting period. ഇങ്ങനെ എഴുതാം. അസറ്റ്സ് ആദ്യം എഴുതാം. അസറ്റ്സിൽ നോൺ കറണ്ട് അസറ്റ്, കറണ്ട് അസറ്റ് എന്നായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. നോൺ കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ്സ് അത് എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ എമൗണ്ട് എഴുതാം. കറണ്ട് അസറ്റ് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുക. ടോട്ടൽ അസറ്റ്സ് എഴുതാം. പിന്നെ ഇക്വിറ്റിയിൽ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസ് കാണിക്കുക. പിന്നെ കറണ്ട് ലയബിലിറ്റി സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുക. ക്രെഡിറ്റേഴ്സ് ആണ് കറണ്ട് ലയബിലിറ്റി ആയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് എഴുതാം. ഇതേ രീതിയിൽ വേണം IAS 1 പ്രകാരം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എക്സാം മാറ്റിയെന്ന് വിചാരിച്ചിട്ട് BCom 4th semester സ്റ്റുഡൻസ് ആരും ഉഴപ്പരുത്, പഠിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് സജഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. ഞാനപ്പോൾ എന്തായാലും ആ ടോപ്പിക്സൊക്കെ പരിഗണിക്കുന്നതായിരിക്കും, ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള 3 ടോപ്പിക്കുകളും 3 വീഡിയോസും തന്നെ എനിക്കിതുപോലെ സജഷൻ കിട്ടിയിട്ട് ചെയ്തതാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റും ടോപ്പിക്സും ഒന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. എനിക്കിനി നിങ്ങളുടെ സജഷൻ കിട്ടാണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് ടോപ്പിക്കും സബ്ജക്റ്റൊക്കെ ആയിരിക്കും എടുക്കുക. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത് QT ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത് മിക്കവാറും ടാക്സ് ആയിരിക്കും. ഇത് രണ്ടും എനിക്ക് സജഷൻ കിട്ടിയിട്ടുള്ളതാണ്, ഞാൻ എടുക്കുന്നതായിരിക്കും. ബാക്കിയുള്ള ക്ലാസ്സുകളുടെ കാര്യം നിങ്ങളുടെ സജഷൻ അനുസരിച്ചിരിക്കും. അതല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക്കായിരിക്കും എടുക്കാം. അപ്പോൾ വീണ്ടും നല്ല കണ്ടൻറ്റുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഹെൽത്തി ആയിട്ടിരിക്കുക. താങ്ക് യു വെരി മച്ച്.